ഹലോ ഗായ്സ്, നമ്മളിപ്പോ ഡേ 2 ഡേ 2 ഇൻ ഗോവ. എല്ലാരും റെഡി അവനത്തിലാകാം. അതെ, അതിന് നമ്മൾ എവിടെ പോണേ? അതിനൊരു ബീച്ച് പിടിക്കാൻ നമ്മൾ ചിലപ്പോ ഒരു ഫോർട്ടും വിസിറ്റ് ചെയ്യും അല്ലേ? ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നലെ കണ്ടല്ലേ നിങ്ങൾ? ഇപ്പൊ നേരത്തെ കണ്ടില്ലേ? അതിന്റെ ബാക്കിയാണ് ഞങ്ങൾ ഇന്നും നാളെയായിട്ട് കാണിച്ചു തരാൻ പോണേ. അപ്പൊ ഇന്ന് ഉച്ചന്റെ എന്താ പരിപാടി? ഉച്ചകഴിഞ്ഞ് ഞങ്ങള് ബിരിയാണി കഴിക്കാൻ പോണു. ഇവിടുത്തെ എഴുന്നേൽക്കുക, തിന്ന, നിന്റെ കാഴ്ച കളയുക, ഉറങ്ങ, പിന്നെ പിറ്റേ ദിവസം രാവിലെ കഷ്ടപ്പെട്ട് വീണ്ടും എഴുന്നേൽക്കുക, തിന്ന. ബീച്ചിൽ പോയി കഴിഞ്ഞിട്ട് വൈകുന്നേരം പിന്നെ ബീച്ചിൽ പോകും. അതെ, വൈകുന്നേരം പിന്നെ എന്തെങ്കിലും പിന്നെ എന്തെങ്കിലും നമ്മള് പബ്ബി കയറും. പബ്ബി കയറാൻ ചാൻസ് ഇല്ല. തിളങ്ങിക്കണമെങ്കിൽ ഗോവ ഇട്ട് സീനാണ്. എനിക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് പകരം നമ്മൾ എല്ലാരും സൂപ്പർ ചാറ്റിൽ ഒരു 250 രൂപ അയക്കാം. യൂട്യൂബിനെ കുറിച്ച് ഒന്നും അറിയാൻ വ്ളോഗില് സൂപ്പർ ചാറ്റിൽ അയക്കാം. ഞങ്ങളുടെ സ്റ്റേ എന്ന് വെച്ചാൽ വിലക്കുറവില് അത്യാവശ്യം കലക്ക സ്റ്റേ ആണ്. ഈ ബഡ്ജറ്റ് പൂളൊക്കെ ഉണ്ട്. ഈ ബഡ്ജറ്റിൽ ഇങ്ങനത്തെ ഒരു സ്റ്റേ കിട്ടണമെങ്കിൽ കമന്റ് ബിലോ ഡീറ്റെയിൽസും ഇതൊക്കെ ഞാൻ കമന്റിൽ അയച്ചുതരാം. കമന്റ് ചെയ്യണവർക്ക് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് അയക്കുന്നതായിരിക്കും. അപ്പൊ രണ്ടുപേർക്ക് ഫുൾ ഡീറ്റെയിൽസ് ഉള്ളതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ പരിപാടീസ് എന്താന്ന് വെച്ചാൽ കാണാം. ഇവിടെ ചെറിയൊരു വ്യൂ ഉണ്ട്. ഇതാണ് നമ്മുടെ ഗൈസ്. ഞങ്ങളിതേ ഫുഡ് കഴിക്കണ ഒരു കട കയറിയുണ്ട്. കട ചോദിച്ചിട്ടുണ്ട് എന്തൊക്കെയാ പറഞ്ഞ സമൂസ ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. മാഗി പാവ്ഭാജി മാഗിയാണ് കഴിക്കാൻ പറ്റും. അതെ, പിന്നെ തൊട്ടപ്പുറത്ത് നല്ല ഡിഫറെന്റ് കരിമീൻ ജ്യൂസ്. നമ്മുടെ നാട്ടിലെ മുളക് ഉണ്ട്. എന്താ പറയണ്ടേ, നമ്മള് കരിമീൻ ജ്യൂസ് എന്തായാലും കുടിക്കുന്നത്. എങ്ങനെയുണ്ട്? നല്ലതാണോ? എങ്ങനെയുണ്ട്? കരിമീൻ ജ്യൂസ് കുടിക്കാൻ വന്നത്. കരിമീൻ ജ്യൂസ് വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട്? മധുരമുണ്ടോ? മധുരമില്ലേ? കരിമീൻ ജ്യൂസ് മധുരമില്ല. ആണോ? ഷോക്കാണോ? നമ്മുടെ നാട്ടിലാണ് നല്ലത്. നമ്മളിപ്പോ കൊറിയൻ ബീച്ചിൽ വന്നിട്ടേക്കാണ് അല്ലേ? പാരാഗ്ലൈഡ് അറമ്പോൾ ഗൈസ്. ഏതാ ഇഷ്ടപ്പെട്ടെ? ഗേൾസിനൊക്കെ പറ്റിയ നല്ല ഡിഫറെന്റ് ഡ്രസ്സുകളിലൂടെ ഉണ്ട്. ഇതാര്? ഞങ്ങളിവിടെ കറങ്ങാൻ വന്നേ, നിങ്ങളെന്തൂടെ? ആ, നാട്ടിലോട്ട് തിരിച്ച് ഞങ്ങള് നാളെ രാത്രി. ഞങ്ങളുടെ ട്രെയിൻ അറിഞ്ഞൂടാ, രാത്രി സ്ലീപ്പറുള്ള ട്രെയിനാ. 11 മണിക്ക്. അതന്നെ ചൈനക്കാരുടെ സാധനം അല്ല, അങ്ങനല്ലേ? എന്തൊരു സാധനം. എടാ സൗണ്ട് കൂടി ഇവിടെ വേറൊരു മ്യൂസീഷ്യൻ വന്നിട്ടുണ്ട്. പൊളി ബീച്ചിലെത്തിയേക്കാണ്. ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കണം. എല്ലാവർക്കും നല്ല വിഷമുണ്ട്. എനിക്ക് സമൂസ വേണം. എനിക്കും സമൂസ നല്ല ഗൈസ്. ഇത് നോക്കൂ, അഞ്ജന ബീച്ചിലെ കല്ലുകള്. ജോസോനെ, അഞ്ജന ബീച്ച് എങ്ങനെയുണ്ട്? ലക്ഷങ്ങളുടെ വിലയുള്ള കല്ല്. ഇതൊക്കെ പ്രഷ്യസ് സ്റ്റോൺസ് ആണ്. ഇതെന്താ? ഇതിന് 2 കോടിയെങ്കിലും ഉണ്ടാവും. അത് ഇവിടെ ഒന്നല്ല, അത് കടലിന്റെ ഉള്ളിലാണ്. ഇത് പണ്ട് കടലായിരുന്നടാ. അല്ല, ഇത് എന്ത് മണ്ടനാ? നിന്നോടൊന്നൊരു കാര്യം പറയാൻ പറ്റൂലല്ലോ. പണ്ട് കടലിന്റെ അടിയിലായിരുന്നു ഇതൊക്കെ. മീനെവിടെ?
പമ്പ് സീ സ്റ്റേക്ക് എന്റെ പൊന്ന് എത്ര സീനാണത്? ട്രൈപ്പോഡ് അടിയിലോട്ടുണ്ടോ ഷോട്ട് എടുത്താലാ നോക്കിയേ ഗൈസ് അവിടെ നമ്മൾ ഇറങ്ങി നൈറ്റ് ലൈഫ് എൻജോയ് നേരെ ഭാഗ്യയിലോട്ട് വന്നു. ഭാഗ്യമാണെങ്കിൽ പൊളി മൂടും. ഹലോ ഗൈസ് ഇന്ന് നമ്മുടെ ഗോവയിലത്തെ ലാസ്റ്റ് ഡേ ആണ്. പോണത് ബാഗ് എടുത്ത് എല്ലാരും ചെക്കൗട്ട് ചെയ്യാനുള്ള പരിപാടിയിലാണ്. എല്ലാ ബാഗ് സെറ്റ് അല്ലേ? എനിക്ക് പ്രാന്ത. കിടിലൻ ഫുഡ് അടിക്കാൻ പോകണ ഇപ്പൊ തന്നെ രാവിലെ തന്നെ. ഇത് പിന്നെ ഇവിടുത്തെ ഗോവയിലത്തെ KFC ട്രൈ ചെയ്യണമെന്നുണ്ട് ആഗ്രഹമുണ്ട്. അടുത്ത ബ്ലോഗർ അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് കുറച്ച് ഫോർട്സ് വിസിറ്റ് ചെയ്യും. പിന്നെ എന്താ പ്ലാൻ? ഫുഡ് ട്രൈ ചെയ്യും, അത്രേ ഉള്ളൂ. ഹലോ ഗായ്സ്, നമ്മളിപ്പോ ഫുഡ് കഴിക്കാൻ വന്നേക്കാണ്. ഒരു കലക്ക സ്പോട്ട് കിട്ടിയിട്ടുണ്ട്. കലക്കൊന്നും പറഞ്ഞില്ല, അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നണേ. ഞാൻ ഫ്രൈഡ് റൈസ് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഫ്രൈഡ് റൈസ് കുടിക്കൂ. ഗൈസ് നമുക്ക് ചെറുതായിട്ട് ഒരു പണി കിട്ടി. ഇപ്പൊ പറയുന്നില്ല, നമ്മള് ബ്രെഡ് ഓംലേറ്റ്, आलू पराठा, पनीर पराठा, पूरी भाजी, पाव भाजी, യൂട്യൂബ് ബ്ലോഗ്, आमलेट पाव, ഗൈസ് പനീർ പൊറോട്ട അല്ലേ എങ്ങനെയാ? ഇതുപോലെ നല്ല ഫുഡ് ഉണ്ടാക്കാൻ നമ്മുടെ പുതിയ താമസ സ്ഥലത്ത് ആ കുക്കിനോട് നീ ഒന്ന് പറയണേ. ഗൈസ് നമ്മളിപ്പോ ചപ്പോര ഫോർട്ടില് എത്തിയേക്കാണ്. പക്ഷെ ഒരു 120 സ്റ്റെപ്സ് കയറണം. ഇപ്പൊ തന്നെ അണച്ച് ഗൈസ്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് എത്തി ഗൈസ്. 120 സ്റ്റെപ്പ് കയറിയിട്ട് ഗൈസ്. നമ്മൾ ഇന്നലെ ആ ബീച്ചിലുണ്ടായിരുന്നു. ആ അറ്റത്തൊരു ബീച്ചുണ്ട് ഇവിടെ വ്ലോഗില്. ഇവിടെ നമ്മളങ്ങനെ ഏറ്റവും ലാസ്റ്റ് അതിന്റെ മുകളിൽ എത്തിയിട്ടുണ്ട്, ചപ്പോര ഫോർട്ട്. ഗൈസ് വന്നോഴി ഭയങ്കര ശോകന്നല്ല, എല്ലാരും ഭയങ്കര അടച്ച് പേർത്താണ് വന്നത്. കുറച്ച് നടക്കാൻ ഇവിടുത്തെ വ്യൂ, ഇവിടുത്തെ കാറ്റൊക്കെ സെറ്റായി. വേർത്തിരിക്കണം. ഇത്ര നേരം കുത്തിയിരിക്കുന്നു ഗൈസ്. ഇത്ര നേരം കുത്തിയിരിക്കുന്നു. ഇവിടെ മലയാളികൾ, ഇവിടെ മലയാളീസ് ഉണ്ട്. വി ഫൗണ്ട് മലയാളീസ് ഇൻ ഗോവ. ഗൈസ് ഈ സ്പോട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഈ സ്പോട്ട് ജോസ്മനെ ഇത് ഈ സിനിമയിലത്തെ സ്പോട്ടാന്ന് പറഞ്ഞു കൊടുത്തേ. ഏതായിരിക്കും നിങ്ങൾ ഗസ് ചെയ്യും? ഏതായിരിക്കും ഗസ് ചെയ്യാൻ പറഞ്ഞപ്പ പിന്നെ അങ്ങനെയല്ലേ ഗസ് ചെയ്യണേ അവരുടെ സെയിമെന്റ് ആണ്. അത് നിങ്ങൾ ഗസ് ചെയ്യും. ഗൈസ് നമ്മളിപ്പോ അഗോഡ ഫോർട്ടിൽ വന്നേക്കാണ്. അഗോഡ ഫോർട്ട് വസന്തം വസന്തം ഗൈസ്. ഇവനെങ്ങനെ എടുത്താലും അപ്പന്മാരൊക്കെ എടുക്കൂലേ, വലിയ ആൾക്കാരൊക്കെ എടുക്കൂലേ, അതേപോലത്തെ മെച്ചൂർഡ് സെൽഫീസ്. എല്ലാരും പോസ് ചെയ്തു. വസന്തം എടുക്കാം. അങ്ങനല്ല, നീ കുത്തണോട്ട് ഇങ്ങനെ ഇതിങ്ങനെ നിന്നോ. വസന്തം ഗൈസ്. അങ്ങനെ ഈ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് സുഹൃത്തുക്കളെ. ഗൈസ് അവസാനിക്കാൻ പോണ്ട, വ്ളോഗ് അവസാനിക്കാൻ പോണേ. ഇനി പിന്നെ അടുത്ത ആഴ്ച ഞങ്ങൾ പോകുന്നുണ്ട്. അപ്പൊ ഈ ട്രിപ്പ് ഇവിടെ വെച്ച് അവസാനിക്കാണ് സുഹൃത്തുക്കളെ. അപ്പൊ അടുത്ത ട്രിപ്പിൽ വെച്ച് കാണാം.